So guys, I'm going to introduce a new brand, Arvani brand. What is this Arvani brand? ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എൻ്റെ പൊന്നമ്മോ, ആ സോഷ്യൽ മീഡിയയിൽ ഒരമ്മയും കുഞ്ഞിനെ അല്ലെങ്കിൽ അവരുടെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്കിപ്പോൾ റീച്ച് കൂടും, എൻ്റെ ചാനൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിപ്പെടും. ഭഗവാനെ തെണ്ടി കുത്തുപാള എടുത്താലും ആ വിധ പാപങ്ങൾക്ക് ഞാനില്ല. ആ കുട്ടിയെ നിങ്ങൾക്ക് എന്താ കുഴപ്പം? സ്ത്രീകൾക്ക് നിങ്ങളുടെ ഭർത്താവുമായിട്ട് വളരെ രമ്യതയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ 10-15 വർഷമൊക്കെ ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്യുന്നതിൻ്റെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. സോ നിങ്ങൾ അഭിപ്രായം പറയാതിരിക്കും. ഞങ്ങൾ തിരിച്ച് ശപിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭർത്താവ് ടൊബേന്ന് പറഞ്ഞങ്ങ് പോകും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇരുന്നാൽ നല്ല. സോ ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് സം അർവാണി ബ്രാൻഡ്സ്. ഞാൻ അർവാണി എന്ന് പറഞ്ഞൊരു ബ്രാൻഡുണ്ട്. പണ്ട് അമ്മച്ചിമാർ ഈ ലൈംഗിക തൊഴിൽ ചെയ്യുന്ന പാവ സ്ത്രീകളെ ഈ പേരുപയോഗിച്ച് വിളിക്കുമായിരുന്നു. പക്ഷെ അവരൊരിക്കലും അത് അർഹിക്കുന്നില്ല. അവരെ അങ്ങനെ വിളിക്കേണ്ട. അവർ കുടുംബം പുലർത്താൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതല്ലാതെ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അത് ഏത് വിധത്തിൽപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ മാത്രമല്ല, ഗുരു ചാണക്യൻ ഇത് കാലങ്ങൾക്ക് മുമ്പേ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പുരുഷന്മാർക്കും അറിയത്തില്ല, സ്ത്രീകൾക്കും അറിയത്തില്ല. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ട്. അവിടെ എവിടെയൊക്കെ കാണാമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു അമ്മയിൽ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണെന്നറിയാമോ? മക്കളെ തരംതിരിച്ച് കാണുക. എന്നിട്ട് മക്കളോട് മരുമകൾ ചെയ്യുന്ന ഇല്ലായ്മയും കൊള്ളരുതായ്മയും പറഞ്ഞു കൊടുത്തിട്ട്, സത്യത്തിൽ ഇത് നടക്കുന്ന ഒരു സംഭവമേ അല്ല, ഇവരിലുള്ളതാണ്. നടക്കാത്ത കാര്യങ്ങൾ മക്കളെ പറഞ്ഞു ബോധിപ്പിച്ച് മക്കളെ വഴിതെറ്റിപ്പിക്കുക, മക്കളെ മറ്റു മനുഷ്യരുടെ ശത്രുക്കളാക്കുക. ദാറ്റ് പേഴ്സൺസ് ബിലോങ് ടു ദിസ് ബ്രാൻഡ്. ആൻഡ് സെക്കൻഡ് തിങ്, ജോലി സ്ഥലങ്ങളിൽ മര്യാദയ്ക്ക് മനുഷ്യരെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ബിക്കോസ് നമ്മുടെ പ്രൊഫഷൻ കൊണ്ടാണ് ജീവിക്കുന്നത്, അല്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ മുഴുക്കും വെടുപ്പും കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. ഈ നേരത്തെ ഒരു ഇതിൽ കാണാൻ ബ്രസ്റ്റ് മാത്രം ഉപയോഗിച്ച് ജീവിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റുമല്ലോ ഇതിനകത്ത്. അത് മാത്രം എക്സ്പോസ്ഡ് ആക്കിയിട്ട് നമുക്കത് പറ്റത്തില്ല. നമ്മൾ കുലസ്ത്രീയല്ല, പക്ഷെ ഇതിൻ്റെ ബിറ്റിങ്ങിനുള്ള ഒരാളാണ്. അപ്പോൾ ഈ അടുത്ത ഈ ബ്രാൻഡിന് ആ സ്ഥാപനത്തിലെ ഏറ്റവും ഉന്നത ഉദ്യോഗസ്ഥനുമായിട്ടായിരിക്കും അടുപ്പം. താഴെയുള്ള ആരുമായിട്ട് അവർക്ക് അടുപ്പം കാണില്ല. ആ അടുപ്പം ഉപയോഗിച്ച് പാവപ്പെട്ട് ജീവിക്കാൻ വരുന്ന സ്ത്രീകളെ ഉപദ്രവിക്കുക. എവിടെ ഒരു സ്ത്രീ സുന്ദരിയാവുന്നത്? കുറേ ആഭരണങ്ങൾ ധരിച്ച് പെർഫ്യൂം അടിച്ച് സെഡ്യൂസ് ചെയ്ത് ഉസാരെ അവിടെ അല്ല സുന്ദരിയാവുന്നത്. തനിക്ക് താഴെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു സ്ത്രീയുടെ കൈ പിടിച്ച് ഉയർത്തുന്നവരാണ് സംസ്കാരമുള്ള സ്ത്രീകളെന്ന് അറിയപ്പെടുന്നത്. അപ്പം അത് വേറൊരു ടൈപ്പ് ഓഫ് ബ്രാൻഡ്. ഇനി വേറൊരു ബ്രാൻഡ്, നമ്മൾ കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കുറേ ബ്രാൻഡ്സ് ഉണ്ടാവും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ നല്ല സാരി ഉടുത്തിട്ട് ചിലരുണ്ട്, എനിക്കൊരു നെഞ്ചുവേദന മറ്റുള്ളവർ നന്നാകുന്ന കാണുമ്പോൾ ആ നെഞ്ചുവേദനയുള്ള മനുഷ്യനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നിങ്ങൾ നല്ലൊരു ഡ്രസ്സ് കൊടുത്തിട്ട് പോയിട്ട് ആ മുഖം പെട്ടെന്ന് ഞാനൊക്കെ വായിച്ചെടുത്ത് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളിങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ അവരുടെ മുഖത്തില്ല, അവർ നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ ഈ സാരി ഇവൾക്ക് എവിടുന്നാ ഇത് കിട്ടിയത്? ഇവിടെ എവിടുന്നാ പൈസ? എനിക്കതില്ലല്ലോ, എൻ്റെ കയ്യിൽ 50,000 ഉണ്ട്, പക്ഷെ എനിക്കത് മേടിക്കാറില്ല. ഇതിലൊരു ബ്രാൻഡാണ്. ഇനി അടുത്തത്, ഒരു പെൺകുട്ടി ഒരു വീട്ടിലേക്ക് ചെല്ലാം. ഇവിടെ നന്നായിട്ട് വീടൊക്കെ വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ടോ? കുത്തനച്ചി പുരപ്പുറം തൂക്കും. ഇവൾക്ക് മുമ്പ് 4 ലൈനും 5 കല്യാണവും 8 ക്രഷും ഉണ്ടായിരുന്നു. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഈ ബ്രാൻഡുകൾക്ക്? എന്താ വായടച്ചിരുന്നാൽ ആ പെൺകുട്ടി ജീവിച്ചു പോട്ടെ തന്നെ. ഇപ്പോൾ ഒരു അമ്മായിയമ്മ മരുമകളെ തലയ്ക്കടിച്ചു കൊന്നു. അതിൻ്റെ കാര്യം ചാണക്യൻ പറയുന്നത്, ഇത് ബുക്കാണേ, ചാണക്യശാസ്ത്രം, കേട്ടോളൂ. അന്യതം സാഹസം മായ മൂർഖത്വം അതിലുബ്ധത അശൗചത്വം നിർദ്ദയത്വം സ്ത്രീനാം ദോഷ സ്വഭാവജ. നമ്മുടെ ജീവിതം നശിച്ച്, ഞാനൊക്കെ ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ സൂയിസൈഡ് ചെയ്യേണ്ടി വരും, ആ വഴിക്കാണ്. അപ്പോൾ അതിന് കാരണക്കാരായവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പോവുക എന്നുള്ളൊരു ധർമ്മം നമുക്കുണ്ടല്ലോ, അതുകൊണ്ട് ചെയ്യുക. 10-20 വർഷം ഒറ്റയ്ക്ക് ഒരാൾ സ്ട്രഗിൾ ചെയ്യുക എന്ന് വെച്ചാൽ ഈ ജന്തുക്കൾ കാരണം മാത്രമാണ്. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ 1 വർഷം താമസിച്ചിട്ടുണ്ട്. എനിക്ക് കുക്ക് ചെയ്ത് ഞാൻ പറയും, എനിക്ക് ഇന്ന ഫുഡ് കഴിക്കണം, കുക്ക് ചെയ്ത് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് തന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. എൻ്റെ തുണി അലക്കി തന്നിട്ടുണ്ട്. എൻ്റെ പ്രസവ സമയത്ത് വേറെ ആരും എനിക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. ആ 1 വർഷം ഞങ്ങൾ ആ വീട്ടിൽ ജീവിച്ചു, ചില്ലറ പിണക്കങ്ങളോട്. പക്ഷെ ഞാൻ വീണ്ടും ഇതാരെയും വേദനിപ്പിക്കാൻ പറയുന്നതല്ല, സത്യങ്ങൾ അറിയാനാ. ഒരു സ്ത്രീ
വളരെ ദുരിതം അനുഭവിച്ചു. ഞാൻ ഏറ്റവും അനുഭവിക്കുന്ന ദുരിതം എൻ്റെ കാര്യങ്ങൾ നടത്താൻ പറ്റാതെ ഞാൻ വേറൊരാളോട് പോയി സഹായം അഭ്യർത്ഥിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ദുരിതം. ദിനം പ്രതി ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അറ്റ് ദ എൻഡ് 10-20 വർഷം 16 വർഷം തനിയെ ജീവിച്ച് കിടക്കാൻ ഇടയില്ലാതെ കഴിക്കാൻ ആഹാരമില്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് എത്തി ഞാൻ സൂയിസൈഡ് ചെയ്യാൻ പോകണമെങ്കിൽ അതിന് കാരണക്കാരായവരെ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടല്ലേ പോകാവൂ. വെളിച്ചത്ത് കൊണ്ടുവരേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമല്ലേ? പക്ഷെ വെളിച്ചത്ത് കൊണ്ടുവരാനോ ശിക്ഷിക്കാനോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എല്ലാ സ്ത്രീകളിലും ഇൻബോൺ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് അവർ ചെയ്തതെന്ന് ആണുങ്ങൾ മനസ്സിലാക്കിയിരുന്നത് നല്ലത്. അമ്മയെ അടിച്ചു, നീ അമ്മയെ അടിച്ചോ എന്നല്ല, അതിൻ്റെ തെളിവ് ശേഖരിക്കുക. മരുമകൾ ചോറ് തന്നില്ല, കൊടുത്തില്ലേ എന്നുള്ളൊരു തെളിവ് ശേഖരിക്കുക. കാരണം സ്ത്രീകൾക്കുള്ള ചില കഴിവുകളെക്കുറിച്ച് ചാണക്യൻ പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. നുണ പറയുക, അവളെന്നെ തള്ളിയിട്ടു എന്ന് പറയുക, സത്യത്തെ തള്ളിയിട്ട് കാണത്തില്ല. ഈ സിസ്റ്റർ ജോലിയൊന്നും ചെയ്യുന്നില്ല, ഈ സിസ്റ്ററിന് ഇഷ്ടം പോലെ സ്വത്തുണ്ട്, പിന്നെ ഈ സിസ്റ്ററിന് ഈ 30 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ അറിയത്തില്ല സാറേ, എനിക്ക് താ പ്രൊമോഷൻ. അപ്പം എന്താണെന്നോണം പറയാ, ആലോചന കൂടാതെ പ്രവർത്തിക്കുക. പിള്ളേരെ ഇട്ടേച്ച് ഓടുക. പിള്ളേരെ എന്തിനാണ് ഇട്ടേച്ച് ഓടുന്നത്? നമുക്ക് ഇത് വരുന്നത് ഭർത്താക്കന്മാരോടുകൂടിയ അവരുടെ വീട്ടുകാരോടുകൂടിയാ. കൊച്ചിൻ്റെ അപ്പനല്ലേ അല്ലെങ്കിൽ കൊച്ചിൻ്റെ അമ്മയല്ലേ, അവരെന്തിനാ? അവർ തമ്മിലും ഇല്ലല്ലോ. പീഡോഫിലിക്കല്ല, ആൽക്കഹോളിക്കല്ല എങ്കിൽ നമ്മൾ ഏൽപ്പിക്കുക അവരെ. കാശുള്ളവർ വളർത്തട്ടെ, അവരും കൂടെ എന്തിനാ ദുരിതം അനുഭവിക്കുന്നത്? ചതി പ്രയോഗിക്കുക. ഞാൻ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് പിന്നെ അതൊക്കെ കാണാൻ പറ്റി, അറിയാൻ പറ്റി, ഇന്ന ആൾക്കാർ ചെയ്യാൻ. ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ക്യാൻസർ പേഷ്യൻ്റായ, ഒരു ഡിവോഴ്സിയായ, കിടക്കാൻ സ്ഥലമില്ലാത്ത എൻ്റെ സൈക്കോ സോഷ്യൽ അസസ്മെൻറ്റ് 10 ഫുൾ മാർക്ക് കിട്ടും. എനിക്ക് ഒന്നിനും അർഹതയില്ലാതാക്കി. എന്നെ അവിടെ നിറക്കി വിടാൻ ശ്രമിച്ചത് മുഴുവൻ ഈ ബ്രാൻഡിൽ പെടുന്ന ആൾക്കാരാണ്. ആ നല്ല ബ്രാൻഡാണെങ്കിൽ അത് അങ്ങനെ ചെയ്യുമോ? ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുമല്ലേ ചെയ്യുന്നുള്ളൂ. ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസ് നിങ്ങളൊന്ന് നോക്കിക്കുക. ഞാൻ വെറും കഴിവില്ലാത്ത സ്ത്രീയാണോ? അപ്പോൾ കുറച്ച് സ്ത്രീകൾ വിചാരിച്ചപ്പോൾ എന്നെ കഴിവില്ലാതാക്കാൻ പറ്റി അല്ലേ? ശുചിത്വം ഇല്ലായ്മ, അടുത്ത് വരുമ്പോൾ നാറും, മൂത്രം നാറും ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? കാലിൽ നിറച്ച് അഴുക്ക് കാണും, ഉണ്ടോ ഇല്ലയോ? കാണും. ദയയില്ലായ്മ. ഞാനൊരു 100ഓളം സ്ത്രീകളോട് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വീട്, തണലുള്ളൊരു വീട്. അതിനകത്ത് നമ്മളെ ആരും കുറ്റം പറയാത്ത, വഴക്ക് പറയാതെ, കഞ്ഞിയും പയറും, പഴങ്കഞ്ഞി, കിടന്നുറങ്ങുക, വാടകക്കാർ ഭീഷണിപ്പെടുത്താതിരിക്കുക, അത്യാവശ്യം സ്നേഹം തരുന്ന ഒരു ഭർത്താവും. ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഇല്ലാതാക്കിയത് ഈ ബ്രാൻഡുകളാണ്. ഇനി അടുത്ത ബ്രാൻഡിൻ്റെ കുഴപ്പം, ഇതൊരു ബ്രാൻഡ് വെള്ളവടി. ഇത് അകത്തോട്ട് ചെന്ന് കഴിയുമ്പോൾ മനുഷ്യർ മൃഗങ്ങളായിട്ട് മാറുക. അതാണ് ഈ കുടുംബങ്ങൾ. ഒരു സ്ത്രീക്ക് ഒരു കുടുംബം ഇല്ലാതായി കഴിഞ്ഞാൽ അവരുടെ ജീവിതം നരകതുല്യമാവുക. നിങ്ങൾ അതിനെ പ്രൊമോട്ട് ചെയ്യരുത്. അവർ തമ്മിൽ അടിച്ചോട്ടെ, ഭാര്യയും ഭർത്താവും, അവർ തീരുമാനം എടുക്കട്ടെ. നിങ്ങൾ ഈ ബ്രാൻഡുകാർ ഒരു അഭിപ്രായവും പറയാൻ പാടില്ല. എന്നിട്ട് ഈ ബ്രാൻഡുകാരെല്ലാം ചേർന്ന് ഒരു ജീവിതം നശിപ്പിച്ചു. ഇൻ കേസ് ഓഫ് മീ, ഞാൻ കല്യാണം കഴിച്ചു, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, ജോലിക്ക് പോകുന്നുണ്ട്, ഇപ്പോഴും ജോലിക്ക് പോകും. ഞാൻ പ്രതികരിക്കാറുണ്ട്. അത് ഭ്രാന്തല്ല. ഞാൻ പ്രതികരിച്ചത് കൊണ്ട് ഞാൻ പറയട്ടെ, എനിക്ക് 47 വയസ്സായി. ഇതുവരെയും ഒരു പുരുഷൻ എന്നെ ഇങ്ങനെ അടിച്ചിട്ടില്ല. ഞാൻ അതിനുള്ള അവസരം കൊടുത്തിട്ടില്ല. എനിക്ക് നല്ല വേദനിക്കും ഒരു പുരുഷൻ എൻ്റെ ദേഹത്ത്, അങ്ങനെ എനിക്കിഷ്ടമുള്ള ഒരു പുരുഷൻ എൻ്റെ ദേഹത്ത് കൈവച്ച് എന്നെ വേദനിപ്പിച്ചാൽ എനിക്ക് വേദനിക്കും. പിന്നെ അയാളെ സ്നേഹിക്കാൻ എനിക്ക് പറ്റത്തില്ല. അതിന് ഞാൻ ഒരു വർഷം ഒരാളുടെ കൂടെ ജീവിച്ചു. പല ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്. അവരാരും എന്നെ തല്ലാൻ വന്നിട്ടില്ല. അത്രയ്ക്ക് മോശമാണോ? തല്ലാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. അത് ആ പ്രതികരണ ശേഷിയാണ്. നീ പ്രതികരിക്കരുത്, നിന്നെ പിടിക്കാൻ വന്നാൽ പ്രതികരിക്കരുത്. എൻ്റെ അച്ഛമ്മ എന്നെ പഠിപ്പിച്ചത് 3 വയസ്സ് തൊട്ട് പ്രതികരിക്കണം എന്നുള്ളതാണ്. ഞാൻ പ്രതികരിച്ചു എന്ന് വെച്ചാൽ എനിക്ക് പ്രേമം ഉണ്ടായിട്ടില്ലെന്ന്. പ്രേമമൊക്കെ ഉണ്ടായിട്ട് പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കണം. മനസ്സിലായോ? ഞാൻ മോശമായി ജീവിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ ഇന്നും ഈ വാടക വീട്ടിൽ ഒരു ഗതിയും പരഗതിയില്ലാതെ ജീവിക്കേണ്ടി വരത്തില്ലായിരുന്നു. സോ ഈ ബ്രാൻഡുകാരുടെ അടുത്ത പ്രത്യേകതയാണ് ദയയില്ലായ്മ. പലരോടും ഞാൻ പോയി ചോദിച്ചിട്ടുണ്ട്. അവരുടെ ആകെ കൂടെയുള്ള 1 മിനിറ്റ്, ജസ്റ്റ് 1 മിനിറ്റ്. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടു. എൻ്റെ ആവശ്യം ചെറുതായിരുന്നു. എനിക്ക് എൻ്റെ കുട്ടിയുടെ കൂടെ നിന്ന് അവനെ പഠിപ്പിച്ച് അവനെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കണം എന്നൊരാഗ്രഹമുണ്ട്. എനിക്ക് ആത്മഹത്യ ചെയ്യാൻ താല്പര്യമില്ല. ബിക്കോസ് എനിക്കിപ്പം പ്രത്യേകിച്ചൊരു ജോലി ചെയ്യാൻ ഉള്ള ബുദ്ധിമുട്ടുണ്ട്, തലവേദന കാര്യങ്ങളൊക്കെ കൊണ്ട്, സ്കോളിയോസിസ് ഒക്കെ കൊണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളൊന്ന് സഹായിക്കാമോ?
പറ്റുന്ന എത്ര പേരോട് പറഞ്ഞെന്നറിയാമോ? അപ്പോൾ അത് കേട്ട് സഹായിച്ച കുറേ സഹായ സന്നദ്ധതയോടെ വന്ന ചില വ്യക്തികളുണ്ട്. ആ ബ്രാൻഡിൽ ഉൾപ്പെടാത്തവർ, ഈ ബ്രാൻഡിൽ ഉൾപ്പെട്ട ഞാൻ കണ്ട കുറേ ആയിരത്തോളം, ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ ദിവസം പ്രതി ഓരോ ടൈപ്പ് ഓഫ് ആൾക്കാരെ കാണുന്നതാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സഹോദരൻ്റെ പൈസ മുഴുവൻ ഊറ്റിയെടുക്കുക, സഹോദരനെ ഒറ്റപ്പെടുത്തുക, സഹോദരൻ നിന്ന് അമ്മയ്ക്ക് ഒരു കാരുണ്യം, അമ്മയെ സഹോദരി അങ്ങ് വലിച്ചെടുക്കും, എന്നിട്ട് സഹോദരനെ ഒറ്റപ്പെടുത്തുക. ബിലോങ്സ് ടു ദാറ്റ് ഗ്രൂപ്പ്. മരുമകളെ സമാധാനമായി ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുക. മോൻ ഇവിടെ സെക്സ് ഇല്ല, പിന്നെ നല്ല കെയർ കിട്ടുന്നില്ല, ഈ ഫിസിക്കൽ റിലേഷൻ ഇല്ലാത്തതുകൊണ്ട് വരുന്ന അസുഖങ്ങൾ, ക്യാൻസർ, പ്രോസ്റ്റേറ്റ് തുടങ്ങിയുള്ളവ, അതൊന്നും പ്രശ്നമല്ലെന്നേ, മോനിൻ്റെ കൂടെ നിന്നോട്ടെന്ന്. എനിക്ക് അതാണ് സന്ദേശം. ദിസ് ബിലോങ്സ് ടു ദാറ്റ് ഗ്രൂപ്പ്. ആൻഡ് അനദർ വൺ, ഞാൻ ഈ വീട്ടിൽ ആദ്യമായിട്ട് വന്നതാണ്, ഞാൻ ഇവിടുത്തെ നന്മമരമാണ്. എന്തിനാന്നേ ഒരു നന്മമരം കളിക്കുന്നേ? നന്മമരം കളിക്കുമ്പോൾ മറുവശത്ത് വന്ന പെണ്ണിന് പിന്നെ കുറ്റങ്ങൾ തന്നെ. ചിലർ നന്മമരം കളിക്കാൻ ശ്രമിക്കും. ബിലോങ്സ് ടു ദാറ്റ് ഗ്രൂപ്പ്. മനസ്സിലായി? ഇതൊക്കെയാണ് ഒരു പെണ്ണിൻ്റെ ജീവിതം തകർക്കുന്ന, ഒരു വീട്ടിലുണ്ടാകുന്ന കാര്യങ്ങളെന്ന് പറയും. ആണുങ്ങൾക്ക്, ഈ സ്ത്രീകൾക്ക് നുണ പറയാനും ആലോചന കൂടാതെ പ്രവർത്തിക്കാനും ചതിക്കാനും, ഞാൻ കുട്ടിലത നിറഞ്ഞ സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കുട്ടിലത നിറഞ്ഞ, ഞാൻ ഓരോ കഥകളായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ആളുകളെ ഞാൻ വിശദമായി പറഞ്ഞില്ല. കുടിലത, എൻ്റെ ജീവിതം ലൈക്ക് ഞാൻ പഠിച്ചു, ഭയങ്കര സന്തോഷമായിട്ട്, എൻ്റെ അപ്പനും ഭക്ഷണത്തിന് കുറച്ച് കുറവുണ്ടെങ്കിൽ സന്തോഷമായിട്ട് ജീവിച്ചിട്ടുള്ള സ്ഥലത്ത് ഞാനൊരു കഴിച്ചു. എൻ്റെ ദൈവമേ, ഇപ്പം തെരുവിലാണ് ഞാൻ. നാളെ ആത്മഹത്യ ചെയ്യണോ? ഇന്ന് വിചാരിക്കും ആത്മഹത്യ ചെയ്യേണ്ട, നാളെ ചെയ്യാം, ഇന്ന് വരും. ഇതിൻ്റെയൊക്കെ കാരണക്കാർ ഒന്ന് മദ്യം, ആൻഡ് സെക്കൻഡ് വൺ ദാറ്റ് ബ്രാൻഡ്, ദ ഫേമസ് ഗ്ലോറിയസ് ആർവണി ബ്രാൻഡ്സ്. ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. അപ്പം അന്നേ ചാണക്യം പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ പുരുഷൻ്റെ അടിമയായിരുന്നില്ലേ പണ്ട് സ്ത്രീകൾ. അപ്പം അവൻ പറയുന്നതേ കേൾക്കാൻ പറ്റുള്ളൂ, ഭയപ്പെടാതെ ജീവിക്കാൻ സാധിക്കത്തില്ല. അപ്പം അന്ന് സ്വാതന്ത്ര്യം ഇല്ലാത്തതുകൊണ്ട് ഇവർ ഈ വക പ്രവൃത്തിയിലൊക്കെ ഏർപ്പെട്ടിരുന്നത് പറയുന്നത്. അതുപോലെ ഇന്നും അതൊക്കെ ഉണ്ട്, പക്ഷെ അത് സിറ്റികളിൽ കാണാറില്ല, നാട്ടിൻപുറങ്ങളിൽ മാത്രം. വേറെ പണിയും കൂടിയൊന്നുമില്ല. അവിടെ ഇരിക്കുമ്പോൾ ചോദിക്കുമോ, ഇവളെന്തോ ലെഗിൻസ് ഇട്ടയ്ക്കുന്നു, ഇവിടെ സ്കൂട്ടർ ഓട്ടിക്കുന്നു, ഇവിടെ ജോലിക്ക് പോകുന്നു. ഇതെല്ലാം വൈകിട്ട് ജോലി കഴിഞ്ഞ് തളർന്നു വരുന്ന ഏതെങ്കിലും ഭാര്യയുടെ ഭർത്താവിൻ്റെ ചെവിയിലായിരിക്കും കേട്ടത്. അവിടെ ജീവിതം തീർന്നു. സോ ഹാവ് ടു ബി കെയർഫുൾ അബൌട്ട് ദിസ് ബ്രാൻഡ്. ഇതുപോലുള്ള ബ്രാൻഡായി മാറാതിരിക്കുക. നിങ്ങൾക്ക് പണിയും തൊഴിലും ഇല്ലെങ്കിൽ 10 പേഷ്യൻറ്റിൻ്റെ കൂടെ RCCയിൽ പോവുക. എത്രയോ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകളുണ്ട്, അവരെ സഹായിക്കുക. ആൻഡ് കുഞ്ഞുങ്ങളെ മൊബൈലിൻ്റെ മുമ്പിൽ ഇരുത്ത് കുത്തിപ്പിക്കാതെ ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പഠിപ്പിക്കുക. അപ്പോൾ ശരിയാവും. ഇങ്ങനെ സത്യത്തിൽ ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയല്ല. ഞാൻ ഒരുപാട് നശിച്ചു പോയി, ഒരുപാട് കഴിവില്ലാത്തൊരു സ്ത്രീയല്ല. ഞാൻ നശിച്ചത് മൊത്തം ജോലി സ്ഥലങ്ങളിൽ ഈ സ്ത്രീകൾ മൂലം എനിക്കുണ്ടായ അപകടങ്ങളും ജീവിതത്തിലും ഈ സ്ത്രീകളാണ് എന്നെ നശിപ്പിച്ചത്. എൻ്റെ ജീവിതം പോയി, മനസ്സിലായോ? എനിക്കിനി പുതിയൊരു ജീവിതം തീരാറായി, പുതിയൊരു ജീവിതത്തിലേക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾ ഈ ഡിവോഴ്സസിനെയും വിഡോസിനെയും ഒക്കെ പറയുമ്പോൾ നിങ്ങൾ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുമോ? കാരണം നിങ്ങൾ വിശന്നിരുന്നാലും നിങ്ങൾക്ക് വിശപ്പ് എന്താണെന്ന് അറിയാമോ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അല്ലെങ്കിൽ മനസ്സിലാകത്തോണ്ട് ചോദിക്കുക. ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ജീവിക്കാൻ വരുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നറിയാമോ? അറ്റ് ദ എൻഡ് നമ്മൾ ക്ഷീണിച്ച് ഒറ്റയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തൊന്ന് ആലോചിച്ച് നോക്കിയാൽ, തൂക്കുക, വരുക, കുക്കിംഗ് ചെയ്യുക, പണിക്ക് പോവുക, കാശുണ്ടാക്കുക, നമ്മുടെ അസുഖങ്ങൾ ട്രീറ്റ് ചെയ്യുക, പാരൻസിനെ നോക്കുക, അത് നോക്കുക, ഇത് നോക്കുക, മറിച്ച് നോക്കുക. ഇതെല്ലാം ചെയ്യുന്ന ഒരാളെ ആ ബ്രാൻഡിൽ പെടുത്താൻ പറ്റത്തില്ല. വീട്ടിലിരുന്ന് തിന്നു മുഴുത്ത് എള്ളിൻ്റെ ഇടയിൽ കയറി ജീവിക്കാൻ നിവർത്തിയില്ലാത്ത പെണ്ണുങ്ങളെ തെറി പറയുന്ന സാമദ്രോഹികളാണ് ആ ബ്രാൻഡിൽ പെടുന്നത്. ദ അർബാനീസ് ബ്രാൻഡ്. ഓക്കെ, ബൈ ബൈ.